ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ അജയനും ജാനകിയൊക്കെ റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അജയൻ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. ആ സമയത്ത് ജാനകി ചൊറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ അജയേട്ടാ മുഖത്തൊരു ഭാവമാറ്റം? ആദർശിനെക്കുറിച്ച് വാർത്ത വന്നതും അവനെക്കുറിച്ച് പറഞ്ഞു വന്നതും നിങ്ങൾക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലേ? അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, ജാനകി നീ ഒന്നും മിണ്ടാതിരിക്കുക. എന്തൊക്കെയാണ് നിന്റെ മരുമോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? മനുഷ്യനിപ്പോൾ നേരെ വണ്ണം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എന്തിന് വീട്ടിൽ നിന്ന് ജോലിയർ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാക്കിയില്ലേ? എല്ലാം നിന്റെ മരുമോൾ കാരണമാണ്. നാഴേക്ക് 40 വട്ടം അനാമികമോളെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവൾ ഈ കുടുംബത്തോട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടില്ലേ? അപ്പം ജാനകി പറയുന്നുണ്ട്, എന്ത് ചെയ്തു വെച്ചു എന്നാണ് നിങ്ങളീ പറയുന്നത്? അവളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നാണക്കേടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ കുടുംബക്കാർ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായിട്ടാണ്. ആദർശ് ഇങ്ങനെയുള്ള തെറ്റൊക്കെ ചെയ്തുകൊണ്ടല്ലേ ഇപ്പം എല്ലാവർക്കും തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ടി വന്നത്. അതിന് അനാമികമോൾ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നോ? അവൾ പറഞ്ഞൊക്കെ സത്യം തന്നെയല്ലേ അജയേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ടാണെങ്കിലും അജയന് ആകെപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. അജയൻ പറയുന്നുണ്ട്, ജാനകി നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾ എന്ത് സത്യം പറഞ്ഞതാ നീ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ നിനക്കൊക്കെ എന്ത് സത്യം അറിയാവുന്നത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആദർശിനെ എല്ലാവരുടെ മുമ്പിൽ കുറ്റക്കാരനാക്കി ഇങ്ങനൊരു അവസ്ഥയിൽ അവനെ കൊണ്ട് എത്തിച്ചു. അവളുടെ ഒരു ഇന്റർവ്യൂ ഈ കുടുംബത്തെ നാണം കെടുത്തി നാട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പാവം നമ്മുടെ അനിമോന്റെ ജീവിതം തന്നെ ഇപ്പൊ തുലാസിലാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഓ പിന്നെ എന്ത് തുലാസില്? അനാമിക മോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും അവൻ ആ നന്ദുവിന്റെ പിന്നാലെ തന്നെ അല്ലായിരുന്നോ? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ മെയിൻ കാരണം ആ നന്ദു തന്നെയാ. സഹിക്കാൻ പറ്റാവുന്നതിന്റെ പരമാവധിയാണ് എൻ്റെ മരുമോൾ ഇവിടെ കിടന്ന് സഹിച്ചത്. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത മുത്തശ്ശിയെ മാത്രം ഇതിലേക്ക് വലിച്ചടിച്ചു. എനിക്ക് അതിൽ മാത്രമേ ഉള്ളൂ സങ്കടം. പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഈ വീട്ടിലെ ഞാനും ജലജയും അഭിയും അല്ലാതെ വേറെ ആരാ ഉണ്ടായിരുന്നത്? അച്ഛനും അമ്മയും പോലും അവസാനം അവൾക്കെതിരെ തിരിഞ്ഞു. നയനയും ഏട്ടത്തിയും ഒക്കെ പറയുന്നത് കേട്ടിട്ട് അച്ഛനും അമ്മയും അവളെ തള്ളിക്കളഞ്ഞില്ലേ? പിന്നെ എല്ലാവരും കൂടെ അവളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് എന്ത് കാര്യമുള്ള അജയേട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ജാനകി. ആ നയനയ്ക്ക് നവിക്കുമൊക്കെ അവളുടെ അനിയത്തി നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ചിന്ത. അതിന് ഏട്ടത്തി വളം വെച്ച് കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ടല്ലേ പാലിൽ വിഷം കലർത്തിയത് അനാമിക മോളാണെന്ന് ഇവരൊക്കെ കൂടെ പറഞ്ഞു ഉണ്ടാക്കിയത്. അവൾമാർ പറയുന്നതൊക്കെ കേട്ടിട്ടല്ലേ അച്ഛൻ കറിയിലെ കറിവേപ്പില പോലെ അവളെ എടുത്ത് പുറത്തു കളഞ്ഞതും. അല്ലെങ്കിൽ തന്നെ അവൾമാരൊക്കെ കയറി വന്ന പോലെയാണോ നമ്മുടെ മരുമോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? എന്നിട്ട് പോലും ഇത്രയൊക്കെ സഹിച്ചു ക്ഷമിച്ചും അവൾ ഇവിടെ ഇത്രയും നാളും ജീവിച്ചു. ഈ വീട്ടിലുള്ള എല്ലാവരും അവളോട് എങ്ങനെയാ പെരുമാറുന്നത്? എല്ലാവരും മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ ദേഷ്യമാ മോള് കാണിച്ചതെന്നൊക്കെ പറയാൻ കേട്ടോ ജാനകി. എൻ്റെ മരുമോള് പാവമാണ്. എന്തോ ഒരു ഭാഗ്യം ഞാൻ ചെയ്തുകൊണ്ടാണ് അനാമിക മോളെ പോലെ ഒരു മരുമോളെ എനിക്ക് കിട്ടിയത്. അനാമിക മോള് മാത്രമാണ് എൻ്റെ മരുമോളാകാൻ യോഗ്യതയുള്ളവള്. അവളുടെ സ്ഥാനത്തേക്ക് വേറെ ഒരുത്തി ഞാൻ കൊണ്ടുവരാൻ സമ്മതിക്കുകയല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മരുമോളുടെ ഒപ്പമേ നിൽക്കുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്തൊക്കെ തലയും കുത്തി മറിഞ്ഞാലും എൻ്റെ മരുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇൻ്റർവ്യൂ കൊടുത്തതും ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു കൂവിയതും. അതിലൊരു കുഴപ്പവും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ജാനകി പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് അജയനങ്ങ് ദേഷ്യം വന്ന് നിൽക്കുകയാണ് കേട്ടോ. ജാനകി ഇനി നീ ഒരക്ഷരം മിണ്ടരുതെന്നൊക്കെ പറയുകയാണ്. അന്നേരത്തേക്ക് ജാനകി പറയുന്നുണ്ട്, കുടുംബത്തിനകത്ത് ഇച്ചിരി നാണക്കേടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ആദർശിന്റെ കള്ളക്കളികളൊക്കെ പുറത്തു വന്നില്ലേ? എല്ലാവരും അറിഞ്ഞില്ലേ ഇപ്പം ആ കാര്യങ്ങളൊക്കെ? അനാമിക മോളെ ചൂട് പിടിപ്പിച്ചത് കൊണ്ടല്ലേ ഇപ്പം ഈ വാർത്തകളൊക്കെ പുറം ലോകം അറിഞ്ഞത്? എല്ലാത്തിനും കാരണം ആ നയനയാണ്. അവളാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ജാനകി. അപ്പോൾ ദേഷ്യം വന്നിട്ട് അജയൻ പറയുകയാണ്, ഇതേ ജാനകി ഇനി നീ എൻ്റെ മുമ്പിൽ നിന്നാ ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടേ പോവുള്ളൂ. അനാമിക പറഞ്ഞെല്ലാം നല്ലതാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇപ്പം നമ്മുടെ കുടുംബത്തിലുണ്ടായ മാനക്കേടിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ഈ പ്രായത്തിലും അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ഈ നാണക്കേട് അദ്ദേഹത്തെ പറ്റി എന്തെല്ലാമാണ് അവൾ ആ മീഡിയയ്ക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞത്? ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹത്തെ പറ്റി അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള അച്ഛനെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് അവൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? എന്തിന് അവൾ ഈ വീട്ടിൽ വെച്ച് എല്ലാവരും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചെന്ന് വരെ അവൾ പറഞ്ഞുണ്ടാക്കിയത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടോ ജാനകി? അനന്തപുരി ഒരു ജയിലാണത്രേ. ഇപ്പോഴും അനന്തപുരി തറവാടിലെ രാജഭരണം നിലനിൽക്കുന്നുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും തോന്നൽ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊരു അച്ഛനെ കിട്ടി തന്നെ ഞങ്ങളുടെയൊക്കെ ഭാഗ്യം എന്ന് പറയുകയാണ് അജയൻ. അച്ഛൻ എല്ലാവരെയും അടക്കി ഭരിക്കുകയാണെന്നൊക്കെയല്ലേ അവൾ പറഞ്ഞുണ്ടാക്കിയത്. ഇതൊക്കെ ഇങ്ങനെ മീഡിയക്കാരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയേണ്ട കാര്യമൊക്കെയാണോ? അങ്ങനെയാണോ അവളെ ഈ വീട്ടിലുള്ളവരെല്ലാം കണ്ടിരുന്നത്? അച്ഛനും അമ്മയൊക്കെ അവളോട് എന്ത് സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത്. ആദ്യമൊക്കെ അവളെ വലിയ കാര്യമായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒക്കെ. അവളുടെ തനി സ്വഭാവം മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് അച്ഛനും അമ്മയും പോലും ഇച്ചിരി അകലമൊക്കെ പാലിച്ചത്. അപ്പോൾ ഉടനെ ജാനകി പറയുന്നുണ്ട്, ഓ സ്നേഹത്തിന്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് അജയേട്ടാ നല്ലത്. സ്നേഹം ഉണ്ടായിട്ടാണോ അനാമിക മോൾ ഇപ്പം ഇവിടുന്ന് ഇറക്കി വിട്ടത്? അല്ലെങ്കിലും ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് എനിക്കറിയാം. അച്ഛനെയും അമ്മയും അതുപോലെ ഏട്ടത്തെയും ഈ വീട്ടിലുള്ള മിക്കവരെയും ആ നയനയല്ലേ അടക്കി വെച്ചിരിക്കുന്നത്. അവളെ തന്ത്രപരമായിട്ട് എല്ലാവരെയും കീഴടക്കാൻ അവൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവൾ ആ കഴിവിൽ നിങ്ങളെയൊക്കെ അടക്കി വെച്ചിരിക്കുകയാണ്.
അവൾ പറയുന്നത് മാത്രമാണല്ലോ നിങ്ങൾക്ക് വിശ്വാസം. അവൾ പറയുന്നൊക്കെയല്ലേ നിങ്ങൾ ചെയ്യുള്ളൂ. അവളുടെ ആഗ്രഹങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകും. ഈ തറവാട് മൊത്തം അവളുടെ നിയന്ത്രണത്തിലാകണം. അതുപോലെ തന്നെ അവളുടെ ഭർത്താവ് ആദർശ് ആ കമ്പനിയിൽ ആജീവനാന്തം MD ആയിട്ട് ഇരിക്കുകയും വേണം. ഈ വീട്ടിലെ രാജ്ഞിയായിട്ട് അവൾക്ക് വാഴണം. അത് മാത്രം പോരാ, അവളുടെ അനിയത്തി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരികയും വേണം. അതോട് കഴിഞ്ഞാൽ പിന്നെ അവൾക്കിനി ഒന്നും പേടിക്കേണ്ടതായിട്ടില്ലല്ലോ. അതൊക്കെ തന്നെയാണ് അവളുടെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതും. അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് അനാമിക മോളി ഇങ്ങനെയുള്ള കളികളൊക്കെ കളിച്ചത്. അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. ആദർശിനെ ഇപ്പൊ കിട്ടിയ പോലെ ഒരു തിരിച്ചടി കിട്ടേണ്ടത് തന്നെയാ. അവന് കല്യാണത്തിന് മുമ്പ് അവിഹിതത്തിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അജയേട്ടൻ സമ്മതിക്കുന്നുണ്ടോ? അപ്പൊ അജയൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അതും സമ്മതിക്കുന്നില്ല. ആദർശിന് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. അവനെ ഞങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ ആദർശിനെ കുറ്റപ്പെടുത്താത്തത്. അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മുത്തച്ഛന് മനസ്സിലായിട്ടുണ്ടെങ്കിലേ അവന് ഈ വീട്ടിൽ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ അവനെ ഇവിടെ നിർത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ജാനകി പറയുന്നുണ്ട്, ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ പലർക്കും പല ന്യായങ്ങളാ. അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോനാണല്ലോ ആദർശ്. അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്താലും അവനെ ആരും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടില്ല. അവൻ്റെ സ്ഥാനത്ത് അഭിയോ മറ്റോ ആണെങ്കിലേ കാണാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അവനെ ഇവിടെ നിന്ന് ഇറക്കി തന്നെ വിട്ടേനെന്നൊക്കെ പറയുകയാണ്. പാവം അബി, അവനെ ഇപ്പം എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കള്ളത്തരങ്ങളെല്ലാം പുറത്തു വന്നപ്പം എല്ലാവർക്കും ദേഷ്യം എൻ്റെ മരുമോളോട് മാത്രം. ഞാൻ എന്തായാലും അനാമികമുള്ള തിരികെ കൂട്ടിക്കൊണ്ട് വരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അജയൻ പറയുന്നുണ്ട്, നീ ഇനി അവളെ കൂട്ടിക്കൊണ്ട് വരാനോ? ജാനകി, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അച്ഛനാണ് അവളെ ഇവിടുന്ന് പുറത്താക്കിയത്. അവൾ ഇനി ഒരിക്കലും ഈ വീടിന്റെ പടി ചവിട്ടാൻ പോണില്ല. അച്ഛൻ തന്നെ പറഞ്ഞതല്ലേ അവൾ ഇനി ഈ വീട്ടിലെ മരുമകളല്ല എന്നുള്ള കാര്യം. ആ സ്ഥാനത്ത് നീ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരുമെന്നോ? അതെ, ഞാൻ പോയി എൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് വരും. എന്താന്ന് വെച്ചാൽ എൻ്റെ മകൻ ഒരു ഭാര്യ ഉണ്ടെങ്കിലേ അത് അനാമികമോൾ മാത്രമായിരിക്കും. അനാമികമോളുടെ സ്ഥാനത്ത് വേറെ ഒരാളെയും കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അവളെ മാത്രമേ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരുത്തിയും എനിക്ക് ആ സ്ഥാനത്തേക്ക് കാണാൻ പറ്റില്ല. ഞാൻ അവിടെ പോയി അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എൻ്റെ മരുമകളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരും എന്നൊക്കെ പറയുകയാണ് ജാനകി. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ആ കാണാം. നീ പോയി അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുമെന്നല്ലേ പറഞ്ഞത്. നീ നോക്കിക്കോ, അടുത്ത ഒരവസരം കിട്ടിയാൽ നിന്നെ ആയിരിക്കും അവളെ തേച്ചൊട്ടിക്കാൻ പോകുന്നത്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതിന് ഞാൻ അവളെ എന്ത് ചെയ്തിട്ടാ? അവളെ പൊന്നുപോലെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ. എൻ്റെ സ്വന്തം മോളെപ്പോലെ തന്നെ അനാമിക മോളെ ഞാൻ കണ്ടത്. മോക്ക് ദോഷമാകുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ ഒന്നും ഞാൻ പറയുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. മറ്റുള്ളവരെ പോലെ എൻ്റെ മരുമോളെ ഞാൻ കുത്തി നോവിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെന്തിനാ അവൾ എന്നെ തേച്ചൊട്ടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, നീ കണ്ടോണം ജാനകി, അവളുടെ കള്ളത്തരങ്ങളൊക്കെ കൈയോടെ പൊക്കിയെന്ന് പറഞ്ഞിട്ടാണല്ലോ അച്ഛൻ ഇവിടുന്ന് അവളെ പുറത്താക്കിയത്. ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം തന്നെ അവൾ ഇത്രയൊക്കെ കളിച്ചു. ആദർശിനെയും അച്ഛനെയും അനിയൊക്കെ നാണം കെടുത്തി. അവക്കെ ഇതിൻ്റെയൊക്കെ പിന്നിലെ അവരുടെ ഉദ്ദേശം വേറെയാണ് ജാനകി. അത് നിനക്ക് മാത്രം മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതൊന്നും അധികകാലം മുന്നോട്ട് പോകില്ല ജാനകി. അവൾക്ക് നമ്മുടെ കുടുംബത്തിലെ സ്വത്തൊക്കെ അടിച്ചു മാറ്റണം. അവളുടെ അച്ഛൻ്റെ കടകളൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ? അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ മോനുമായിട്ടുള്ള ബന്ധം പിരിയണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് പേപ്പറിൽ രണ്ടുപേരും ഒപ്പിടണമല്ലോ. ആ സ്ഥാനത്ത് അവൾ ഒപ്പിടാതെ അവളിത് എത്രമാത്രം വലിച്ചു നീട്ടാൻ പറ്റുമോ അത്രത്തോളം വലിച്ചു നീട്ടും. അതുവഴി നല്ലൊരു നഷ്ടപരിഹാരം തന്നെ മേടിച്ചെടുക്കാനാണ് അവരുടെ പദ്ധതി. അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് അച്ഛൻ പറയുന്നത് അവരുടെ ഒരു ഭീഷണിക്ക് വഴങ്ങാൻ നിൽക്കുന്നില്ല എന്നുള്ളത്. അവരേതൊക്കെ രീതിയിൽ വേണമെങ്കിലും മുന്നോട്ട് പൊക്കോട്ടെ, അവിടെയൊന്നും തലകുനിച്ച് കൊടുക്കാൻ സമ്മതിക്കാത്തത് അതുകൊണ്ടാണെന്ന് പറയുകയാണ് അജയൻ. ഇങ്ങനെയുള്ള നുണക്കഥകളൊക്കെ പ്രചരിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ആനുകൂല്യമായിട്ട് കേസൊക്കെ പോവുകയുള്ളൂ. അതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവൾ അതല്ല, അതിനപ്പുറവും പറയും. ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടേ അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് ഇതിനപ്പുറം കളിക്കും. ഇല്ലാത്ത കഥകൾ ഓരോന്നുണ്ടാക്കി പറയും. നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഏത് നിമിഷം വേണമെങ്കിലും അവൾ നിന്നെ പറ്റിയും പറയും. അവളുടെ ഭാഗം ന്യായീകരിക്കാനായിട്ടേ അവൾ നിന്നെ കരുവാക്കും. അനിയും അനിയുടെ അമ്മയും കൂടിയിട്ടാണ് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവളുടെ മൊഴി കണക്കിലെടുത്ത് പോലീസ് ഇവിടെ വന്ന് നിങ്ങളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പോഴും നീ പറയണം എൻ്റെ അനാമിക മോള് നല്ലതാണ്, നല്ല സ്വഭാവമാണെന്നൊക്കെ ഉള്ളത്. അപ്പോഴേ നീയൊക്കെ പഠിക്കുകയുള്ളൂ. എനിക്കിനി നിന്നോടൊന്നും പറയാനില്ല ജാനകി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അജയൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ജാനകി റൂമിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അജയേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോന്നൊക്കെ. ഇനി അനാമിക മോളെ എന്നെയും ഇതിൽ കൊടുക്കുവോ? സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസൊക്കെ വരുന്നത് അമ്മായിയമ്മ മരുമോളോട് പെരുമാറുന്ന രീതിക്ക് വെച്ചിട്ടാണല്ലോ. ഇവിടെയും ഇനി കേസിന്റെ ബലം കൂടാനായിട്ട് അവൾ എന്നെയും കൂടെ പ്രതിപട്ടികയിൽ ചേർക്കുവോ? കേസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവളിനി എനിക്കെതിരെയും തിരിയുമോ? അങ്ങനെ ചെയ്താൽ അത് ഞങ്ങൾക്കെതിരെയും തിരിയുമല്ലോ. അപ്പോൾ എൻ്റെ മോൻ്റെ അവസ്ഥ എന്താകും? അനാമിക മോൾ ഒരിക്കലും എനിക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല. എന്നോട് അവൾക്ക് ഭയങ്കര സ്നേഹമല്ലേ. ഞാൻ അതുപോലെയല്ലേ അവളെ സ്നേഹിച്ചിട്ടുള്ളത്. ആരൊക്കെ തള്ളി പറഞ്ഞപ്പോൾ പോലും ഞാൻ എൻ്റെ മരുമോളെ ചേർത്ത് നിർത്തിയല്ലേ ചെയ്തിട്ടുള്ളൂ. എന്തായാലും എൻ്റെ മരുമോൾ എന്നോട് അങ്ങനെയൊന്നും കാണിക്കില്ല എന്നൊക്കെയുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ജാനകി ഇരിക്കുന്നത്. എന്തായാലും നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് അനിയോട് മോക്ക് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട്.
അനാമിക മോളെ ഇവിടുന്ന് ഇറക്കി വിട്ടേ പിന്നെ മോളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് സംസാരിച്ച് മോളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ജാനകി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജാനകി മരുമോളെ കാണാനായിട്ട് അനാമികയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ അനാമികയുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ വീണും രേവതിയും അനാമിയൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാമിക പറയുന്നുണ്ട്, അച്ഛ ഞാനറിഞ്ഞ ബോംബ് എങ്ങനെയുണ്ട്? അതിങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അങ്ങനെ അനന്തപുരിയെ തകർത്ത് ഞാൻ നാശമാക്കും. അങ്ങനെ അവിടെ ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. എല്ലാവരും നാണം കെടണം. അനന്തപുരി തറവാടിൻ്റെ ഫുൾ ഇമേജും പോയി കിട്ടണം എന്നൊക്കെ പറയുകയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് പോണത്. അവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ നിൽക്കുകയാണ് മുറ്റത്ത്. അപ്പോൾ അനാമിക വേണുവിനോട് പറയുന്നുണ്ട്, ഇനി അടുത്തത് അനിയാണ്. അവനെതിരെ ഞാൻ കേസ് കൊടുക്കും. അവനെ ഞാൻ നാറ്റിക്കും. അനി ഈ ജന്മം പുറത്തിറങ്ങാത്ത രീതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. അല്ലെങ്കിൽ തന്നെ അവൻ പുറത്തിറങ്ങിയ അവൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഞാൻ അവനുണ്ടാക്കും. അനന്തപുരിയിലെ കോടികളുടെ സ്വത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെന്നത്. അതിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് കിട്ടണ്ടേ അച്ഛാ? അത് കിട്ടിയതിന് ശേഷം വേണം എൻ്റെ കാമുകൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ. വർഷങ്ങളായി ഞാൻ അവനുമായിട്ട് സ്നേഹത്തിലായിട്ട് അവരുടെ കയ്യിലുള്ള സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഡ്രാമയൊക്കെ കളിച്ച് അനന്തപുരിയിൽ കയറി കൂടിയത്. അവനൊട്ടും താല്പര്യമില്ലായിരുന്നല്ലോ. എന്നിട്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് അനന്തമൂർത്തിയും അയാളുടെ ഭാര്യയൊക്കെ സോപ്പിട്ട് കയ്യിലെടുത്തല്ലേ അവിടെ കയറി കൂടിയത്. എന്നിട്ട് എല്ലാവരുടെയും ഇഷ്ടമൊക്കെ പിടിച്ചു പറ്റി വരികയായിരുന്നു. ആ ഒരു സമയത്തൊക്കെയല്ലേ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ നയനയൊക്കെ വന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം ആ നയനയായിരുന്നു. അതുവരെ ഒരു കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും എന്നോട് വലിയ കാര്യവുമായിരുന്നു. ആ നയന ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്ഥാനം ഓരോരുത്തരുടെ മനസ്സിൽ കുറഞ്ഞു കുറഞ്ഞു വന്നത്. നയനയോട് വല്യമ്മയ്ക്ക് ആ ദേഷ്യം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് നല്ല കാലമായിരുന്നു. അവരെന്തോരം സ്വർണ്ണം എനിക്ക് സമ്മാനമായിട്ട് തന്നു. അതെല്ലാം നമ്മളിങ്ങ് കൊണ്ടുവന്നില്ലേ. എന്നിട്ട് പോലും ഓരോരോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് അവിടെ പിടിച്ചു നിന്നു, ആർക്കും ഒരു സംശയം ആകാതെ. എന്തായാലും വല്യമ്മയ്ക്ക് ആ വീട്ടിലൊരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. മുത്തശ്ശേടിയൊക്കെ ഇഷ്ടപ്പെട്ട മരുമോൾ ആ വല്യമ്മ. വല്യമ്മയുടെ കയ്യിലും ഇഷ്ടംപോലെ സ്വത്തൊക്കെ ഉണ്ടച്ചാ. അവർ വലിയ ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ട്. അതൊക്കെ അവര് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അവരെന്നെ സ്നേഹിച്ചിരുന്ന സമയത്ത് അവരെനിക്ക് എന്തോരം സമ്മാനങ്ങൾ തന്നുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ എൻ്റെ അമ്മായിമ്മയുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് ആകെ കുറച്ച് സ്വർണ്ണേ ഉള്ളൂ. അവരുടെ കയ്യിലും ഈ പറയത്തൊക്കെ വലിയ സ്വത്തുക്കളൊന്നുമില്ല. 10 പൈസയുടെ വിലയില്ലെങ്കിലും അവരുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവരുടെ വിചാരം അവരാണ് ആനന്ദപുരിയിലെ മഹാറാണി എന്ന്. എന്നാൽ അവരുടെ കയ്യിൽ ഈ പറയത്തക്ക സ്വത്തം മുതൽ ഒന്നും ഇല്ലതാനും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എൻ്റെ അമ്മായിമ്മയെക്കാളും വല്യമ്മയെ ഞാൻ കൂടുതൽ സ്നേഹിച്ച് കൂടെ നിന്നത്. അവരെ ഞാൻ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയത്. മുത്തശ്ശനെയും മുത്തശ്ശിയും അതുപോലെ വല്യമ്മനെയൊക്കെ സോപ്പിട്ട് നിന്നും തന്നെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അന്ന് വല്യമ്മയ്ക്ക് കരൾ പോയതിൻ്റെ വിഷയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സംഭവത്തോടു കൂടി തന്നെയാണ് നയനയും വല്യമ്മയും ഒന്നായത്. അന്ന് നമ്മൾ ആ പാലിൽ വിഷം ചേർത്ത് കൊടുത്തപ്പോഴേ നമ്മുടെ കഷ്ടകാലം തുടങ്ങിയതാ അമ്മേ. അപ്പം രേവതി പറയുന്നുണ്ട്, അത് ശരിയാ മോളെ. അന്ന് ആ നവിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാലിൽ വിഷം ചേർത്ത് വെച്ചിട്ട് അതാ ദേവയാനയല്ലേ എടുത്ത് കുടിച്ചത്. അവരാശുപത്രിയിലായി. അത് നയനയ്ക്കൊരു നിമിത്തമായതുപോലെ ആയിപ്പോയി. ആ പാല് കുടിച്ചിട്ട് അവരുടെ കരൾ പോവുകയും ചെയ്തു. നയനയുടെ കരൾ ഭാഗത്ത് കൊടുത്ത് അവൾ ആ ദേവയാനയുടെ സിമ്പതി മുഴുവൻ അടിച്ചു മാറ്റുകയും ചെയ്തു. അന്ന് മുതൽ അവരൊന്നായി. അതിൽ പിന്നെ ആ മോളുടെ കഷ്ടകാലം തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ അനന്തപുരിയിലെ പകുതി മുക്കാൽ സ്വത്ത് നമുക്ക് അടിച്ചു മാറ്റാമായിരുന്നു. ആ അനിയെന്ന് പറയുന്നവനെ ആര് ശ്രദ്ധിക്കുന്നു? അല്ലെങ്കിൽ തന്നെ മോൾക്ക് അധിക കാലമൊന്നും അവിടെ നിലനിൽപ്പില്ലെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെ ഉദ്ദേശം നടക്കുന്നത് വരെ. എന്തായാലും അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എത്തുമെന്ന് ആരും അറിഞ്ഞില്ലല്ലോ മോളെ എന്നൊക്കെ പറയുകയാണ് വേണുവും. ആര്യയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അച്ഛാ. അവനൊരു പെൺകോന്തനാ. അവൻ ആ നന്ദുവിൻ്റെ പിന്നാലെയല്ലേ ഏതു നേരവും. അവനെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. എത്രയും പെട്ടെന്ന് അവനുമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞിട്ട് എൻ്റെ കാമുകനോടൊപ്പം ജീവിക്കണം. എനിക്കത് മാത്രമേ ഉള്ളൂ. കാലാകാലം അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. അവൻ്റെ മുഖം കാണുന്ന പോലും എനിക്ക് വെറുപ്പാണ്. നല്ല നട്ടലുള്ള ആണൊരുത്തനാണ് എൻ്റെ സ്റ്റേബിൾ. അവൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ എൻ്റെ ആഗ്രഹം. അല്ലാതെ ഇതുപോലുള്ള പെൺകൊന്നിൻ്റെ കൂടെ ഒന്നും എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല. പിന്നെ എൻ്റെ അമ്മായിമ്മയുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് അനിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അവർ മുമ്പിൽ അഭിനയിക്കുന്നതും. അല്ലാതെ എനിക്ക് അവനോട് ഒരു സ്നേഹമില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അനാമിക. ഇത് കേട്ടിട്ട് ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് നമ്മുടെ ജാനകി. അന്ന് നമ്മൾ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് വിഷം ചേർത്ത് വെച്ച ആ പാലുണ്ടല്ലോ, ആ പാൽ അനി എടുത്ത് കുടിച്ചിരുന്നെങ്കിൽ അവൻ്റെ കാര്യം അങ്ങ് തീർന്നേനെ. പിന്നെ ആ വിധവയായിട്ടെങ്കിലും എനിക്ക് അവിടെ കഴിയാമായിരുന്നു. എനിക്ക് കിട്ടേണ്ട സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടിയേനെ. ഞാൻ ചെറുപ്പമായതുകൊണ്ട് തന്നെ മൂർത്തി എന്നോട് മനസ്സലിവ് കാണിച്ചിട്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിച്ചോളാനും പറഞ്ഞേനെ. അപ്പോൾ സ്വത്തും ആയേനെ, എനിക്ക് എൻ്റെ കാമുകൻ്റെ കൂടെ ജീവിക്കാനും പറ്റിയേനെ. എന്തായാലും നമ്മൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല. ഇനിയിപ്പം നമുക്കൊന്നും നോക്കാനില്ല. രണ്ടും കൽപ്പിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യണം. അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാന്നൊക്കെ അനാമിക പറയാണ്. അടുത്തത് ഇനി അനിയും അതുപോലെ തന്നെ എൻ്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞു നടക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവരെയും കൂടി പൊളിച്ചെടുക്കണം. ഇനി എന്തായാലും ആ തറവാട്ടിലോട്ട് എനിക്കൊരു തിരിച്ചുപോക്കില്ല. ഇനിയിപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത്? എനിക്ക് കിട്ടാനുള്ളത് മാത്രം ഞാൻ നോക്കിയാൽ പോരെ. എന്തായാലും നല്ലൊരു നഷ്ടപരിഹാരം അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തേ പറ്റത്തുള്ളൂ.
അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ അവരോട് മാത്രം സ്നേഹവും sympathyയും കാണിച്ചിട്ട് എന്താ കാര്യം? അവരുടെ ഒന്നും വാക്കുകൾക്ക് ഒരു വിലയില്ല. എല്ലാം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ആ മൂർത്തിയല്ലേ. അപ്പോൾ ആ മൂർത്തി തന്നെ നമ്മളെ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് ഇനി അവർ പറഞ്ഞാലും അതൊന്നും അവർ വിലക്കെടുക്കൂല. അതുകൊണ്ട് ഇനി അവരെ സ്നേഹിച്ച് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് പോയേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ നമ്മുടെ അനാമിക പറയുന്നുണ്ട്. ആ കുടുംബത്തിലുള്ള എല്ലാത്തിനെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനെയും ഞാൻ നാണം കെടുത്തിക്കും. പുറത്തിറങ്ങി ആരും ഇനി നടക്കരുത്. ആ ഒരു പ്രതാപവും പ്രൗഢിയൊക്കെ എല്ലാം അവസാനിക്കണം. ആ തറവാട് കുളം തോണ്ടണം എന്നൊക്കെയുള്ള രീതിയിൽ അവരിങ്ങനെ പറഞ്ഞു ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ജാനകിക്കാണെങ്കിലും അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. തൻ്റെ മരുമകളുടെ ശരിക്കുള്ള സ്വഭാവം അപ്പോഴാണ് ജാനകി മനസ്സിലാക്കുന്നത്. ജാനകി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അനാമികയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് സത്യം തന്നെയായിരുന്നു അല്ലേ? അനാമികയും അവളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നു അല്ലേ? അവളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല. ഇത്രയും ദുഷ്ടതയായിരുന്നു അവളുടെ മനസ്സിലെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് എടി അനാമിക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ കയറി ചെല്ലുന്നുണ്ട് ജാനകി. ഇത് കണ്ട വേണുവും രേവതി ഞെട്ടിപ്പോവുകയാണ്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഇത്രയും നാളും നിന്നെപ്പറ്റി അവരെല്ലാരും പറഞ്ഞപ്പോഴും ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. എല്ലാം നീയും നിന്റെ അച്ഛനും അമ്മയും കൂടെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും ഞാൻ അതൊന്നും വകവെച്ചില്ല. ഇപ്പൊ നിന്റെ വായിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി. ഇതിന്റെയൊക്കെ പിന്നിൽ നീയായിരുന്നു അല്ലേ? എല്ലാവരും എതിർത്തപ്പോഴും എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും എൻ്റെ മരുമോളെ സ്വന്തം മോളെ പോലെ എൻ്റെ മരുമോളാണ്, സ്വന്തം മോളെ പോലെ ആണെന്ന് പറഞ്ഞല്ലേടി ഞാൻ എന്നെ സ്നേഹിച്ചത്. നീ നല്ലവളാണെന്ന് പറഞ്ഞിട്ട് നിന്നെ തിരിച്ച് വിളിച്ചോണ്ട് പോകാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ദൈവമായിട്ടാടി എന്നെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചത്. നിന്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ തനി സ്വഭാവം എനിക്ക് മനസ്സിലാക്കി തന്നത്. എല്ലാ സത്യങ്ങളും നിങ്ങളുടെ വായിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. പാല് നിന്ന് കൈക്ക് തന്നെ നീ കൊത്തിയല്ലോടി. എൻ്റെ മകനെ വരെ കൊല്ലാൻ നീ പ്ലാൻ ചെയ്യുകയാണല്ലേ? ഇനി നിനക്ക് അനന്തപുരിയുടെ പടി ചവിട്ടാൻ പോലും അർഹതയില്ല. എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ആനിക്ക് ചേരുന്ന പെണ്ണ് നന്ദു തന്നെയാണ്. എൻ്റെ മോൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ തന്നെയാണ്. അവന് മനസ്സമാധാനം ഇല്ലാതാക്കിയത്, അവൻ്റെ സ്വസ്ഥത ഇല്ലാതാക്കിയത്, അവനെ ഇപ്പം ഇതുപോലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൊണ്ടാക്കിയതും നീ തന്നെയാണടി ദ്രോഹി. നീ നോക്കിക്കോടി, ഇതിനൊക്കെ നീ നിൻ്റെ അച്ഛനും അമ്മയും സമാധാനം പറയേണ്ടി വരും. എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. നിന്നെയൊന്നും അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ മരുമകളുടെ സ്ഥാനത്തേക്ക് നിന്റെ ശത്രുവായ നന്ദുവിനെ തന്നെ ഞാൻ കൊണ്ടുവരും. ഇനി എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് നന്ദു തന്നെ ആയിരിക്കും. ഇനി എൻ്റെ മോൻ സ്നേഹിക്കുന്ന പെണ്ണ് തന്നെയാണ് എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നത്. ഇതൊക്കെ കേട്ട് എന്ത് പറയണമെന്ന് പോലും അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് അനാമിക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ